കഴിഞ്ഞ വീഡിയോ ഒരു കിടിലൻ കോട്ടയം മീൻകറിയായിരുന്നു. അത് ഉണ്ടാക്കി കഴിച്ചതിലും എനിക്ക് സന്തോഷം തന്നത് ഇതാണ്. എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്ന ഈ കമൻറ്റ്, ഗീതാകുമാരി മാം ഒരുപാട് നന്ദിയുണ്ട്, ആ ഒരു റെസിപ്പി ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടെന്ന് വന്ന് പറഞ്ഞതിൽ. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ സിമ്പിൾ കടലക്കറിയാണ് കാണിക്കുന്നത്. അതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കിയാലോ. ആദ്യം ഒരു കുക്കർ വെച്ച് അതിലേക്ക് തലേന്ന് പുതിർത്ത് വെച്ച കടല ഇട്ട് കൊടുക്കാം. ഇത്രയും അളവിനുള്ളതാണ് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് പറയുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് കടല വരും. അതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്. കൂടെ തന്നെ ഒരു പച്ചമുളകും നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം കടലയിൽ എന്നാലേ ഉപ്പ് പിടിക്കൂ, അതുകൊണ്ടാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് ഒരു 7 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരട്ടെ. അച്ഛൻ്റെ വിരൽ തൂങ്ങിക്കൊണ്ട് ഒരു തട്ടുകടയിൽ പോയതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. നല്ല മഴയുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടുന്ന് കഴിച്ചത് നല്ല ചൂട് പുട്ടും കടലക്കറിയും. ആ കടലക്കറീൻ്റെ ടേസ്റ്റ് ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. കുറേ രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എങ്കിലും ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് ആ ടേസ്റ്റ് വീണ്ടും വന്നത്. ഇനി തേങ്ങ അരപ്പ് നമുക്കുണ്ടാക്കാം. ഒരു മിക്സീൻ്റെ ജാറിൽ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കടായി വെച്ച് അതിലേക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് വറുത്തെടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സീക്രറ്റ്. ഒന്ന് ചൂടാകുമ്പോൾ ലേശം കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിത് ഓഫാക്കിയിട്ട് തേങ്ങയുടെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ടെടുത്തിട്ട് വരാം. നമ്മൾ കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. കടല നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നോക്കിയേ. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മിക്സിയിൽ ലേശം വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു വെള്ള കളർ പോലെ ഇല്ലേ, അത് തേങ്ങ വേവുമ്പോൾ കറക്റ്റ് കളറാവും കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് മാത്രം ചേർക്കണേ, നേരത്തെ കടലയിൽ വേവിക്കുന്ന സമയത്ത് ഇട്ടുകൊണ്ട് ചിലപ്പോൾ ഉപ്പുണ്ടാവും. നമ്മൾ കടലക്കറി ആയിട്ടുണ്ട്. ഇനി ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം. അതിനൊരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും ലേശം കറിവേപ്പിലയും ചേർത്ത് കറിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കടല ആയതുകൊണ്ട് ഗ്യാസിന്റെ പ്രോബ്ലം വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ലേശം ജീരകം കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ തട്ടുകടയിൽ കിട്ടുന്ന അതേ രുചിയിലാണ് ഈ കറി ഉണ്ടാക്കിയത്. നല്ല ചൂട് പുട്ടിൻ്റെയോ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ ഇത് കഴിക്കാം. അടുത്തതായി ഞാനൊരു ഹെൽത്തി പ്രോട്ടീൻ റിച്ച് സാലാഡ് റെസിപ്പി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.